മോഹങ്ങളെ ഇനി ഉറങ്ങൂ. സംഗീതാസ്വാദകർ മറന്നിട്ടുണ്ടാവില്ല ഈ ഗാനം. ഗാനഗന്ധർവൻ യേശുദാസിന്റെ സ്വരമാധുരിയിൽ കേട്ട ഈ മനോഹര ഗാനം അല്ലെങ്കിൽ തന്നെ എങ്ങനെ മറക്കാനാവും മലയാളിക്ക്? കാതോട് കാതോരം കാലങ്ങൾ താണ്ടി ഇന്നും നിറയൗവനത്തോടെ നിൽക്കുന്ന ഈ സിനിമാ പാട്ടിന്റെ സംഗീത സംവിധായകനെ എത്ര പേർ ഓർക്കുന്നുണ്ടാവും? ദർശൻ രാമൻ എന്ന ഈ കലാകാരനെ നിരവധി ഹിറ്റുപാട്ടുകൾ ഒരുക്കി മലയാള സംഗീത ശാഖയെ അനുഗ്രഹിച്ചിട്ടും ദർശൻ രാമൻ പലർക്കും അപരിചിതനാണ്. സിനിമാ പാട്ടെഴുത്തുകാരിൽ പ്രമുഖനായ ബിച്ചു തിരുമലയുടെയും പ്രശസ്ത ഗായിക പി സുശീല ദേവിയുടെയും സഹോദരനാണ് രാംകുമാർ എന്ന ഈ ദർശൻ രാമൻ. 45ഓളം സിനിമയ്ക്കു വേണ്ടി പാട്ടിന്റെ പാലാഴി തീർത്ത ഒരാൾ. ഒരുപാട് അറിയാൻ, ഒത്തിരി നല്ല പാട്ടുകൾ ഒരുക്കിയിട്ടും ഇന്നത്തെ കാലത്തിന് മുന്നിൽ അറിയപ്പെടാതെ പോകുന്ന ഒരാൾ. എൻ്റെ ഓർമ്മയകാലത്ത് വളരെ കൊച്ചിൽ ഞാൻ കാണുന്നത് ചേട്ടനെയും ചേച്ചിയെയും രാമസ്വാമി എന്ന് പറയുന്ന ഒരു സാറ് വന്ന് സംഗീതം പഠിപ്പിക്കുന്നതാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ സംഗീതത്തെക്കുറിച്ചുള്ള ഓർമ്മ. ഞാൻ ഉണരുമ്പോൾ ഞാൻ സ്കൂളിൽ കുട്ടികളെ ക്ലാസ്സിൽ പഠിക്കുന്നത്, കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുകയാണ്. അപ്പം ഞാൻ ആ ഉറക്കമുണരുമ്പോൾ കേൾക്കുന്ന ഈ ഇവരുടെ കീർത്തന ആലാപന ഇവർ പാട്ട് പഠിപ്പിക്കുന്നത് കേട്ടോണ്ട് സരിഗമയും കേട്ടോണ്ട് ഞാൻ ഉണരുന്നത്. അങ്ങനെയാണ് ആദ്യമായിട്ടുള്ള സംഗീതം, എൻ്റെ മനസ്സിലുള്ള സംഗീതത്തെക്കുറിച്ചുള്ള ആദ്യ ഓർമ്മ. അവിടുന്ന് ചേട്ടനും ഇത് പഠിച്ച് അങ്ങനെ ഇരുന്ന് കുറേ കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും എനിക്കും അതിനകത്തൊരു വാസന ഉണ്ടായി. കാരണം എൻ്റെ അമ്മയും നന്നായിട്ട് പാടുമായിരുന്നു. അമ്മ പാടുമായിരുന്നു. അമ്മ വാതാപി ഗണപതി ഇങ്ങനെ ഹാർമോണിയം വായിച്ച് പാടുമായിരുന്നു. അച്ഛൻ പാട്ട് പാടില്ല, പക്ഷേ സാഹിത്യവാസനയൊക്കെ അച്ഛനുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സിസ്റ്റർ തന്നെയാണ് എൻ്റെ സംഗീതത്തിൻ്റെ എൻ്റെ ഗുരു, ആദ്യ ഗുരു എന്ന് പറയാം. കാരണം പുള്ളിക്കാരത്തി പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂടെ തന്നെ എന്നെയും പഠിപ്പിക്കുമായിരുന്നു. പക്ഷേ അന്നൊന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സംഗീതത്തിനുള്ള അങ്ങനെ ഒരു സംഗീതജ്ഞനാവണോ അല്ലെങ്കിൽ സംഗീത സംവിധാനങ്ങളോ അല്ലെങ്കിൽ സംഗീതം കൊണ്ടെന്ത് അങ്ങനൊരു തോന്നലൊന്നും ഇല്ലായിരുന്നു. കാരണം കുട്ടിക്കാലമല്ലേ, നമ്മളിങ്ങനെ കളിച്ച് നടക്കുന്ന കാലം. അങ്ങനെ വന്ന് കുറേ കാലം കഴിഞ്ഞപ്പോൾ നാട്ടിൽ സാധാരണ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതുപോലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ നമ്മുടെ നാട്ടിലുണ്ടാവല്ലോ. അങ്ങനെ അതിൽ കൂടെ നാടകങ്ങളും അല്ലെങ്കിൽ മറ്റേ ഗ്രൂപ്പ് സോങ്സുകളും അല്ലെങ്കിൽ ദേശഭക്തി ഗാനങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് 16-17 വയസ്സുള്ളപ്പോൾ അതിന് സംഗീതം ചെയ്യാനൊക്കെ അങ്ങനെ കയറി. അപ്പോൾ അതൊരു രസമായി തോന്നി. അന്നും പക്ഷേ ഇത് പ്രൊഫഷനാകുമെന്ന് ഒന്നും ചിന്തിച്ചിട്ടില്ല. ഹാർമോണിയം വായിക്കുക, അതിൻ്റെ കൂടെ തന്നെ പാട്ടുകൾ ചെയ്യുക, പാടുക, ഇതൊക്കെ ഒരു വൺ മാൻ ഷോ ആയിട്ട് അങ്ങനെ നടക്കുന്ന ഒരു പ്രത്യേക സുഖമായിരുന്നു അന്നത്തെ കാലത്തിൻ്റെ ഇത്. ഇങ്ങനെ അന്ന് ഈ പറയുന്ന പോലെ ട്രൂപ്പ് വണ്ടികളൊന്നുമില്ല, നമ്മളെല്ലാം തന്നെ നമ്മുടെ ഓരോരുത്തർ ട്രാൻസ്പോർട്ട് ബസ്. പക്ഷെ അതൊരു രസമായിരുന്നു. അങ്ങനെ വന്ന് ഈ സംഗീതവുമായിട്ട് കുറേശ്ശെ അടുത്ത് തുടങ്ങി. സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ പിറന്ന ഒരാൾക്ക് സംഗീതത്തോട് ആഭിമുഖ്യമുണ്ടാവുക സ്വാഭാവികം. ദർശൻ രാമന്റെ കഥയും വിഭിന്നമായിരുന്നില്ല. സ്വരസ്ഥാനങ്ങൾ ഉറപ്പിച്ച് പാട്ടിന്റെയും സംഗീതത്തിന്റെയും ലോകത്തേക്കിറങ്ങിയ പയ്യന്റെ വിദൂര സ്വപ്നത്തിൽ പോലും അന്നൊന്നും സിനിമ ഉണ്ടായിരുന്നില്ല. നാടകങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് നടന്ന കാലത്ത് ചേട്ടൻ മദ്രാസിൽ പോയി ചേട്ടൻ 72-73 കാലഘട്ടത്തിൽ ചേട്ടൻ്റെ ആദ്യത്തെ പടം പോലും ഇറങ്ങിയിട്ടില്ല. ചേട്ടൻ ആദ്യത്തെ പടം റിലീസാവുന്നത് 75-ലാണ്. എങ്കിലും അതിനു മുമ്പ് തന്നെ ചേട്ടൻ എന്നെയും വിളിച്ചുകൊണ്ട് പോയി. ഞാൻ അവിടെ ആദ്യത്തെ 4 ദിവസം, ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ 4 ദിവസം ഞാൻ ചെന്ന് നിൽക്കുന്നത് എം.എസ്. മാസ്റ്ററുടെ കൂടെയാണ് എന്നെ കൊണ്ട് നിർത്തുന്നത്. കാരണം പക്ഷേ എനിക്ക് അതിന് അവിടെ ഒന്നും ചെയ്യാനില്ല. എന്നെ പിടിച്ച് ഇങ്ങനെ കൊണ്ട് മാസ്റ്റർ അടുത്ത് കൊണ്ട് പരിചയപ്പെടുത്തി മാസ്റ്ററിൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് നിന്നു. 4 ദിവസം പുള്ളി എന്നെ ശ്രദ്ധിക്കണേ ഇല്ല. കാരണം ഞാൻ ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് പിന്നീട് പിൽക്കാലത്ത് എനിക്ക് 5-ാമത്തെ ദിവസം വിളിച്ചു ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു ചേട്ടൻ ഞാൻ പോയില്ല, ഞാൻ ചുമ്മാ അവിടെ ചെന്ന് നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അത് കാരണം നാട്ടിൽ നമ്മൾ ഈ പറയുന്ന പോലെ നാട്ടിൽ അന്ന് മുറിമുക്കൻ രാജാവായിട്ട് ഓടുകയല്ലേ. അപ്പം അതിന് ഇങ്ങനെ ചെന്ന് മാറിയപ്പോൾ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിൽക്കാലത്ത് ചേട്ടൻ്റെ അടുത്ത് മാഷ് പറഞ്ഞു, അനിയന് തീരെ ക്ഷമയില്ല. ഞങ്ങളൊക്കെ വരുന്ന കാലത്ത് ആർട്ടിസ്റ്റുകളുടെ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് വരെ തൂക്കിയെടുത്തുകൊണ്ട് പോകാൻ എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാനതൊന്നും പറഞ്ഞില്ല, ചുമ്മാ നിന്നതേ ഉള്ളൂ. ഞാൻ പുള്ളിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പുള്ളി 4 ദിവസം നിന്ന് എന്നെ കഷ്ടപ്പെട്ടാണ്. ക്ഷമ തീരെ ഇല്ലാതെ പറഞ്ഞു. സത്യമാണ്, ആ പ്രായം അതാണല്ലോ. ക്ഷമ അങ്ങനെയാണ് ചെന്ന് ഞാൻ സിനിമയിൽ പെട്ടുന്നത്. പിന്നെ A.T. ഉമ്മറുമായിട്ട് 72-79 ഉമ്മക്കാൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഉമ്മക്കാൻ്റെ കൂടെ ഞാൻ അന്ന് അദ്ദേഹം സത്കാർ ലോഡ്ജിൽ താമസിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ
പല പാട്ടുകൾക്കും ഞാൻ അന്ന് വന്നുള്ള പല പാട്ടുകൾക്കും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടെസ്റ്റിൻ്റെ റാം സുബു ആയിരുന്നു, സെക്കൻഡായിട്ട് ഞാനുമായിരുന്നു. അങ്ങനെയാണ് സിനിമയിൽ ചെന്നിരിക്കുന്നത്. ഈ സിനിമ ഓർക്കസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഗാനത്തിൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ ശരിക്കും ഞാൻ പഠിക്കുന്നത് റാം സുബു സാറിൽ നിന്നാണ്. അദ്ദേഹമാണ് അത് പറഞ്ഞു തന്നിട്ടുള്ളത്. മലയാള സിനിമയിലെ നക്ഷത്രശോഭയുള്ള സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാൻ അവസരമൊരുങ്ങുന്നിടത്താണ് ദർശൻ രാമനിലെ സംഗീതജ്ഞന്റെ മാറ്റ് തെളിഞ്ഞു തുടങ്ങുന്നത്. പ്രതിഭ അറിയിച്ച കലാകാരന്മാരുടെ ശിഷ്യനും സിനിമാ സംഗീത ലോകത്ത് വിസ്മയം എഴുതി തുടങ്ങുകയായിരുന്നു പിന്നീട്. മധുര മനോഹര ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ട് പാട്ടിന്റെ പുതുവസന്തം തന്നെ തീർത്തു ദർശൻ രാമൻ. എൻ്റെ കസിനും സംവിധായകനൊക്കെ ബാലു കിരിയത്ത് എൻ്റെ ആദ്യ സംവിധായകനുമാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു പാട്ട് ചെയ്യ്, നമുക്ക് നോക്കാം. ഒരു പടം നമുക്ക് വന്നിട്ടുണ്ട്, ഞാനാണ് എഴുതുന്നത്. സംവിധായകൻ PN ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അഭിലാഷങ്ങളെ അഭയം എന്നാണ് പടത്തിൻ്റെ പേര്. അങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് ചെയ്യാൻ പറയുന്നു. അപ്പോൾ അതിൽ ഞാൻ ഒരു പാട്ട് ചെയ്തു. അത് പിൽക്കാലത്ത് ജാനകി അമ്മയും ദാസേട്ടനും കൂടെയാണ് പാടിയത്. ഒരിക്കലും മരിക്കാത്ത മനസാക്ഷിയോടെ ഓർമ്മകളിൽ ഞാൻ തപസ്സിരിക്കുന്നു, പിരിഞ്ഞു പോയോരിണ കുയിലേ നീ തിരിച്ചു വരുന്നതും കാത്തിരിക്കുന്നു. ഇതായിരുന്നു ആ പാട്ട്. ഈ പാട്ട് കമ്പോസ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആ യൂണിറ്റിൽ അന്ന് യൂണിറ്റിൽ ഇഷ്ടപ്പെട്ട്. എന്നാൽ പിന്നെ ഒരു 3 പാട്ട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 3 പാട്ട്, അതിനകത്തുള്ള 4 പാട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ പടം ഇറങ്ങിയില്ല. ആ റെക്കോർഡിങ്ങോടുകൂടി ആ ശൈശവത്തിൽ ആ പടം നിന്നു. അത് 79-ലായിരുന്നു. അടുത്ത വർഷം ബാലുചേട്ടൻ തന്നെ സംവിധാനം ചെയ്യുന്ന, ബാലു കിരീത്തൻ്റെ സംവിധാനവും തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളും എഴുതി തകില് കൊട്ടാമ്പുറം എന്ന ചിത്രം, അതിൻ്റെ റെക്കോർഡിങ് നടക്കുകയാണ്. അപ്പോൾ ഞാൻ അപ്പോഴേ ആക്ച്വലി 79-80 ഞാൻ മദ്രാസ് തന്നെയാണ്. വല്ലപ്പോഴും ഞാൻ ഇവിടെ വരത്തേ ഉള്ളൂ. 80-ലായിരുന്നു. 80 ഓഗസ്റ്റ് 27 എനിക്കൊരിക്കലും മറക്കാനൊക്കില്ല. ആദ്യത്തെ 2 പടത്തിൻ്റേതും. 79 നവംബർ 17 അത് വൃശ്ചിക 1 ആയിരുന്നു അഭിലാഷങ്ങളെ അഭയത്തിൻ്റെ റെക്കോർഡിങ്. ഈ തകില് കൊട്ടാമ്പുറത്തിൻ്റെത് 80 ഓഗസ്റ്റ് 22 ഈ റെക്കോർഡിങ് നടക്കുന്നു. ആദ്യം എടുക്കുന്ന പാട്ട് ഡാഡി മമ്മി എന്നുള്ള ഒരു പാട്ടാണ്. KS ചിത്രയുടെ, ഇന്നത്തെ പ്രസിദ്ധ ഗായിക KS ചിത്രയുടെ ചേച്ചി പാടിയൊരു ഗാനമായിരുന്നു. KS ബീനയും ദാസേട്ടനും ഒരു കല എന്ന് പറയുന്നൊരു കുട്ടിയുമായിരുന്നു. ഇന്ന് ആ കുട്ടിക്ക് കുട്ടിയല്ല, വലുതായി. ആ കുട്ടി അന്ന് ബേബി കല എന്നറിയപ്പെടുന്ന ആ കുട്ടിയും കൂടെയാണ് പാടിയത്. അത് കഴിഞ്ഞ് എൻ്റെ സിഗ്നേച്ചർ സോങ് എന്ന് പറയാവുന്ന വളരെ അന്തസ്സോടുകൂടി പറയാവുന്ന സ്വപ്നങ്ങളെ ഉണർന്നു എന്ന ഗാനം, അതിന് 2ാമത് റെക്കോർഡ് ചെയ്യുന്നതാണ്. സ്വപ്നങ്ങളെ വീണുറങ്ങൂ, മോഹങ്ങളെ